ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചായയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമായ കോഴിക്കോടൻ സ്പെഷ്യൽ ഏലാഞ്ചി. ഏലാഞ്ചി വേറെ എവിടെയെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് സത്യമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് കോഴിക്കോട് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സാധനമാണ്. മിനിമം ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 മുട്ട, ആവശ്യത്തിന് വെള്ളം, ഇത്രയും ചേർത്ത് നമുക്ക് നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കണം. ഇതിൽ മഞ്ഞൾപ്പൊടിയും മുട്ടയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ആ ഒരു മഞ്ഞ കളർ ഓബ്വിയസ്ലി ഉണ്ടാവില്ല. അതുപോലെ തന്നെ മുട്ടയുടെ ചൊയയോ അല്ലെങ്കിൽ വെജിറ്റേറിയനോ ഒക്കെ ആണെങ്കിൽ അതില്ലാതെ തന്നെ ഈ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. ഇത് നമുക്കവിടെ മാറ്റി വെച്ച് ഇതിൻ്റെ അകത്തേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഇതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യിട്ടു. അതിലേക്ക് ഒരു 4 റേസിൻസും 4 കാഷ്യൂ നട്ട്സും അത് ഞാൻ മുറിച്ചിട്ടാണ് ഇട്ടത്. അത്ര ഇട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം 1 കപ്പ് ചിരവിയ തേങ്ങ ഇതും ഇട്ട് ഒന്ന് ചൂടാക്കുക വേണ്ടു, വറക്കരുത്. ജസ്റ്റ് ഒന്ന് ആ നെയ്യിലൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള 1-2 ഏലക്കായ പൊടിച്ചിട്ട് എടുത്താൽ മതി. ഇത് നന്നായിട്ട് ഇതിൽ യോജിപ്പിക്കുക. അടുപ്പ് ഇപ്പോൾ ഓഫാണ്. പഞ്ചസാര അതിൽ നല്ലോണം മിക്സ് ആയതിനു ശേഷം ഒരു ഇളം ചൂടുണ്ടാവും കേട്ടോ. നമുക്ക് ഇത് അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൻ്റെ ഒറ്റ സ്പൂൺ ഒഴിക്കുക. അതിനെ ദോശ പോലെ നമുക്ക് തിന്നായിട്ട് ഇതുപോലെ പരത്തിയെടുക്കണം. ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. അതിനുശേഷം നമുക്കതൊന്ന് തിരിച്ചിടേണ്ട അത്യാവശ്യമില്ല. പക്ഷെ ചിലപ്പം ഒരു ചെറിയ ഒട്ടലുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് തിരിച്ചിടുക. ഒരു 10 സെക്കൻഡ് കഴിയുമ്പോഴേക്കും തന്നെ നമുക്കതെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് നമ്മുടെ തേങ്ങയുടെ മിക്സ്ചർ 1 ടേബിൾ സ്പൂൺ ഏകദേശം എടുത്ത് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരറ്റത്തായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് ജെൻറ്റിലായിട്ട് റോൾ ചെയ്തെടുക്കുക. ഇത് ഓരോന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ആ തേങ്ങയിട്ട് ആ ചൂടോടെ തന്നെ അത് മിക്സ് ചെയ്യുന്നത് നല്ലത്. അപ്പോൾ അത് അതിൽ കുറച്ചൊന്ന് ഒട്ടിയിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നോളും. പിന്നെ ഇത് കഴിക്കാനായാലും കുറച്ച് ചൂടോടെ കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു സ്വാദ്. അപ്പോൾ നിങ്ങൾ ചായക്കൊക്കെ ആണെങ്കിൽ ഈ മിക്സ് ഉണ്ടാക്കി വെച്ച് ചായയുടെ ഒപ്പം തന്നെ അത് വേഗം റോൾ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇലയടയുടെ ഒരു അടുത്ത ബന്ധുവാണ്. ഇലയില്ല, അതുപോലെ അരിയല്ല എന്നുള്ളൊരു വ്യത്യാസമാണ്. എന്തായാലും റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്തവണ മറ്റൊരു വ്യത്യസ്തമായ റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.